ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. അങ്ങനെ 6 മാസം മുമ്പ് പരിക്കിന് വേട്ടയാടിയിരുന്ന ആൾ, എന്നാൽ 2024 IPL അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഏറ്റവും കൂവലുകൾ കേട്ട താരം. ഇന്ത്യൻ ഫാൻസ് അത്രയും ഹെയ്റ്റ് ചെയ്യപ്പെട്ട താരം. എന്തിനു പറയുന്നു, അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ നിറയെയധികം പ്രശ്നങ്ങൾ നടന്നിരുന്നു. 2024 T20 ലോകകപ്പിൽ, അതായത് ഈ ലോകകപ്പിൽ അദ്ദേഹം ക്യാപ്റ്റൻ ആവേണ്ടതായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ രോഹിത്തിനെ വീണ്ടും തിരികെ കൊണ്ടുവരികയായിരുന്നു ടീം. എന്നാൽ ഈ IPL ആവട്ടെ അദ്ദേഹം വമ്പേ പരാജയമായിരുന്നു. അങ്ങനെ ഫാൻസിന്റെ സൈബർ ആക്രമണവും അദ്ദേഹം നേരിട്ടു. അയാൾക്ക് എന്തു പറ്റി, അദ്ദേഹത്തിന് എന്തു പറ്റി എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉയർന്നു വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഇന്ന് T20 ലോകകപ്പ് വിജയിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ ഹീറോ ആയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തന്നെ വീണ്ടും ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടർ ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാൻ സുഹൃത്തുക്കളെ. ടൂർണമെന്റിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ഗൈസ്. ഇന്ത്യയുടെ വിജയത്തിൽ ഏറെ സ്വാധീനിച്ച ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ. ഈ ടൂർണമെന്റിൽ 144 റൺസാണ് അദ്ദേഹം നേടിയത്. 48 അദ്ദേഹത്തിന്റെ ആവറേജ്. 151.57 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. എന്നാൽ അദ്ദേഹം ബാറ്റ് കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബോളിംഗ് കൊണ്ടും നമ്മളെ അതിശയപ്പെടുത്തി. പാകിസ്ഥാനെതിരെ 2 വിക്കറ്റ് വീഴ്ത്തിയതടക്കം 11 വിക്കറ്റാണ് അദ്ദേഹം ടൂർണമെന്റിൽ ഉടനീളം നേടിയത്. നമുക്ക് ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ആ ക്രൂഷ്യൽ വിക്കറ്റ് ക്ലാസനെ ഔട്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഹാർദിക് പാണ്ഡ്യയായിരുന്നു. അതാണ് ഒരു ബിഗ് ബ്ലോയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഹാർദിക് പാണ്ഡ്യ കൊടുത്തത്. എന്നാൽ അവസാനം ഓവർ എറിയാൻ വന്ന ഹാർദിക് പാണ്ഡ്യ മില്ലറുടെ വിക്കറ്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ ഗെയിം സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ ഇന്ത്യൻ ആരാധകർക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു സമയമാണിത്. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമ പറയണമെന്നാണ് ഇന്ത്യ ആരാധകരും ചെയ്യേണ്ടത്. അപ്പോൾ ഗായ്സ്, കുംഫു പാണ്ഡ്യ ഈ വേൾഡ് കപ്പിന്റെ ഹീറോ തന്നെ എന്ന് നമുക്ക് പറയാം ഗായ്സ്. അപ്പോൾ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.